ഇന്ന് CSEB റാങ്ക് ഹോൾഡറിൽ നമ്മൾ പറയാൻ പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ സിലബസിനെ കുറിച്ചാണ്. ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ PSC ആദ്യം നടത്താൻ പോകുന്ന പരീക്ഷകളിലൊന്ന് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായി തന്നെ പഠിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഖാദി വില്ലേജ് ബോർഡിൻ്റെ ക്ലാസ്സുകൾ എല്ലാം തന്നെ ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. 3 പാർട്ടായിട്ടാണ് സിലബസ് തിരിച്ചിട്ടുള്ളത്. പാർട്ട് 1 കോർപ്പറേഷനാണ്, പാർട്ട് 2 ബാങ്കിങ് ആണ്, പാർട്ട് 3 എന്ന് പറയുന്നത് IT ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോ. ഇത് 3മാണ്. വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക, കാരണം ഈ സിലബസിൽ നിന്ന് തന്നെയാണ് ഭൂരിഭാഗം ചോദ്യങ്ങളും വരാറുള്ളത്. പാർട്ട് 1 കോർപ്പറേഷനാണ് പറയുന്നത്. കോർപ്പറേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, കോപ്പറേറ്റീവ് പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, പിന്നീട് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ICA കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതാണ്. അടുത്തതായി വരുന്നത് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ബാങ്ക്സ്. അതിനെക്കുറിച്ച് PCRDB, SCRDB, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ഫെഡറേഷൻസ്. അതിൽ വരുന്നത് NAFED, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, അതിൻ്റെ ഫെഡറേഷൻസ്, ഡയറി കോപ്പറേറ്റീവ്സ്, അതിൻ്റെ ഫെഡറേഷൻസ്, ഫിഷറീസ് കോപ്പറേറ്റീവ്, പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ്, അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, അതിൻ്റെ ഫെഡറേഷൻസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആൻഡ് ഫെഡറേഷൻസ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആൻഡ് ഫെഡറേഷൻസ്, ഹാൻഡ്ലൂം ആൻഡ് പവർ ലൂംസ്, കൊയർ ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി വരുന്ന ടോപ്പിക്ക് പ്രധാന സഹകരണ സംഘങ്ങളുടെ നടത്തിപ്പും പ്രവർത്തനവും. NAFED, IFFCO, CRIPCO, NABARD, NDDB, NCDC, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, അതുപോലെ ഹൗസിംഗ് സംഘങ്ങളെ സഹായിക്കുന്ന പ്രധാന ദേശീയ ഓർഗനൈസേഷൻസ് ഇതിൽ വരും. അടുത്തതായിട്ട് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, അഡ്വാൻറ്റേജ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, special features of cooperative audit, administrative setup, preparation of final statement, reconciliation of bank accounts, cooperative audit, duties, power and liabilities, audit report, audit certificate, audit classification, assessment and levy of audit fees. അടുത്തതായിട്ട് വരുന്ന ടോപ്പിക് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നതാണ്. അതായത് ഇഷ്യൂസ് ഇൻ ഓർഗനൈസിങ് എ കോപ്പറേറ്റീവ്, സൈസ് ഓഫ് ഓർഗനൈസേഷൻ, സ്മോൾ ഏരിയ വെസസ് ലാർജ് ഏരിയ, സിംഗിൾ പർപ്പസ് വെസസ് മൾട്ടി പർപ്പസ് വെസസ് മൾട്ടി ഫങ്ഷണൽ, യൂണിറ്ററി വെസസ് ഫെഡറൽ. അടുത്തതിൽ പറയുന്നത് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, ആർബിട്രേഷൻ ആൻഡ് അവാർഡ്സ്, പ്രൊവിഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ്, എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് അവാർഡ്സ്, പ്രൊവിഷൻ ആൻഡ് procedures, appeals, meaning and distinction, authority of appeals, cooperative tribunal, constitution and powers, offences and penalties, provisions and procedures. ഇത്രയും പറഞ്ഞ ലോവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി സോഴ്സ് ഓഫ് ഫണ്ട്സ്, സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, ഗ്രാൻഡ്, സബ്സിഡീസ്, ഓൺഡ് ഫണ്ട്. അടുത്തതായി കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ഇത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് 1904 ആക്ട്, 1912 ആക്ട്, അതുപോലെ തന്നെ നാഷണൽ കൗൺസിൽ റെസൊല്യൂഷൻ 1956, മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ 1957 എന്നീ തുടങ്ങിയ ഭാഗങ്ങൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കോർപ്പറേഷൻ്റെ സിലബസാണ്. ഇനി ബാങ്കിങ് ആണ് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൽ ബാങ്കിനെ കുറിച്ച് പറയുന്നു. കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, അതായത് യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, പ്രൈമറി ഫങ്ഷൻസ്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് മുതലായ കാര്യങ്ങൾ. അതായത് സേവിങ്സ് ബാങ്ക്, അതുപോലെ തന്നെ കാസ, കറൻറ്റ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അതുപോലെ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ക്യാഷ്, ക്രെഡിറ്റ്, ഓവർഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ ഏജൻസി ഫങ്ഷൻസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് സെൻട്രൽ ബാങ്കിങ് ആണ്. അതായത് RBIനെ കുറിച്ച്, RBIയുടെ ഫങ്ഷൻസ്, നോട്ട് ഇഷ്യൂ, RBI ആസ് ബാങ്കർ, ഏജൻറ്റ്, അഡ്വൈസർ, ഡെപ്റ്റ് മാനേജർ ടു ഗവൺമെൻറ്, RBI ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്,
എന്നീ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പറേഷൻ ആൻഡ് ലിമിറ്റേഷൻസ്, ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻ ബൈ RBI, ലിമിറ്റേഷൻസ് ഓഫ് OMO, വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ് ഇത്രയും, അതുപോലെ തന്നെ CRR ആൻഡ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പോലുള്ള കാര്യങ്ങൾ, ക്യാഷ് റിസർവ് റേഷ്യോ പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 4ാമത്തെ പോയിൻ്റായി പറയുന്നത് ലിബറലൈസേഷന് മുന്നേ ഉള്ള കാലയളവ്, അതായത് SBI രൂപീകരിക്കുന്ന മുൻപ് ഇമ്പീരിയൽ ബാങ്ക്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, അതിവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, അതുപോലെ ബാങ്കർ ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇതിൽ വരുന്നതാണ്. ആ ഡീറ്റെയിൽസ് മുഴുവനായി പഠിക്കണം. ബാങ്കിങ് ഓംബുഡ്സ്മാനെ കുറിച്ച്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ 7ാമതായി വരുന്നത് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കളക്റ്റിംഗ് ബാങ്കർ, ലീഗൽ സ്റ്റാറ്റസ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ, ഡ്യൂട്ടീസ് എന്നിവയെല്ലാം, മോർഗേജ്. അതുപോലെ 8ാമത് വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് മോർഗേജ് ഫൈനാൻസ് ബൈ ബാങ്ക്സ്, അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ്, ലോങ് ടേം, മീഡിയം ടേം, ക്രോപ്പ് ലോൺസ്, ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. നബാർഡിൻ്റെ കാര്യങ്ങൾ. 9ാമത്തെ പോയിൻ്റായി വരുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, RTGS, NEFT, IFSC, ATMs, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പറയുന്നുണ്ട്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, അതിനെക്കുറിച്ചും നമ്മൾ പറയണം. കാരണം യോജനകൾ, ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട യോജനകൾ എല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജി, 3ാമത്തെ പാർട്ടായി വരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോ, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിലബസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയി തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക.